ആ സിദ്ധു വിളിക്കാൻ വരുമോ? ഓക്കെ ശരി ശരി, എന്നാ ശരിയടി. ഓക്കെ. ആരമ്മായി ചേച്ചിയാ? എന്താ പറഞ്ഞേ? ഇന്ന് വരുമോ? വൈകുന്നേരം വരും. അളയം വിളിക്കാൻ പോവോ? ഇല്ല ഇല്ല, അവള് പറയണേ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വണ്ടി കൊണ്ട് ഓടണ്ട, അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരാം. എനിക്ക് വയ്യ. അമ്മ ഇന്ന് കണ്ണു തുറന്ന് പിടിച്ച് രണ്ട് കണ്ണു. എന്ത് പറ്റി? ഉറുമ്പ് അടിച്ചാ? ഇല്ലടാ, ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണ്. മറ്റേതാ കണ്ണിക്കടിയാ? കക്കോട്ടി. പകരണല്ലേ? അമ്മായി ഞാൻ പടവലത്തോട്ടൊന്ന് വിട്ടാലോ എന്നിങ്ങനെ ആലോചിക്കാം. എന്തിന്? സംഭവേ പടവലത്തെ കാരണവരിപ്പൊ ഞാനാണല്ലോ. ആരെന്ന്? കാരണവര് കരിച്ചൻ. പടവലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണതേ. ഈ ചക്ക, മാങ്ങ, തേങ്ങ അതൊക്കെ എടുത്ത് വിൽക്കണതും പണിക്കാർക്ക് കാശ് വരെ കൊടുക്കണത് ആരാ? പൈസ മുക്കുന്നത് ആരാ? അങ്ങനൊന്നും പറയല്ലേ അമ്മായി. ആശീർവാദല്ലേ? നീ ഇപ്രാവശ്യം പടവലത്ത് പോയപ്പോഴേ കൊറേ പാക്കൊക്കെ പെറുക്കി കൊടുത്തായിരുന്നല്ലോ, അതിനെ കുറിച്ചൊന്നും നീ പറഞ്ഞില്ല. പാക്കാ? അത് ഇപ്പൊ 4-3 വെട്ട് പാക്ക അത് തറ വീണ് കിടന്നത്, പഴുത്ത് കിടക്കിയായിരുന്നു. അതുകൊണ്ട് വലിയ വിലയൊന്നും കിട്ടിയില്ല അമ്മൂമ്മ. ഉണക്കായിരുന്നെങ്കിൽ പിന്നെ വില വല്ലതും കിട്ടിപ്പോയേനെ. ആര് പറഞ്ഞു? പച്ചപ്പാക്കനുണ്ട് 50 രൂപ 60 രൂപ. കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നൊക്കെ കൊള്ളാം, എല്ലാത്തിനും ഒരു കൃത്യത വേണം. കൃത്യതയൊക്കെ കറക്റ്റാണ് അമ്മൂമ്മ. നമ്മുടെ കണക്ക് അങ്ങനെ തെറ്റില്ല. കൃത്യത ആർക്ക്? യവനാ? ഞാൻ പോണേ. ഓണമോക്കിന് നേഴ്സിൽ വെച്ചിട്ട് പോവാണല്ലേ അമ്മായിയെ? അല്ലമ്മ ആ കാര്യമൊക്കെ കൃത്യമാണ്, അല്ലാതെ വേറെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. എന്തിനാണ് അമ്മൂമ്മയും കൊച്ചുമോനും കൂടെ ഒരു സംസാരം? ചുമ്മാ ഞങ്ങള് പടവലത്തെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അല്ലടേ, ഞാൻ പറയായിരുന്നേ, ഈ കണക്കിന്റെ കാര്യത്തില് കൃത്യമാണല്ലോ ഞാൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ എന്താ പറയണ റബ്ബർ ഷീറ്റ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ വിൽക്കൂലേ, അപ്പൊ ഈ 100 ഗ്രാമിന്റെ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റിൽ വ്യത്യാസമൊക്കെ വരും. അതുവരെ ഞാൻ ബില്ലിട്ട് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും അല്ലേ അമ്മൂമ്മ? അതെ അതെ, ഇപ്രാവശ്യേ ഒരു 3 കൊല വെട്ടി വിറ്റായിരുന്നു, അതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഉമേശേട്ടൻ പറഞ്ഞു അത് 3 കൊല, പിഞ്ചു കൊല അവിടെ ഒടിഞ്ഞു കിടന്ന വാഴക്കകത്തുനിന്ന് പിന്നെ എന്തിനാണ് അങ്ങനെ തന്നെ വെട്ടി ഞാനും കൊടുത്ത് പാളയം കൂടായി. വലിയ വിലയൊന്നും കിട്ടി. പിന്നെ അവിടെ കുറച്ച് ഇഷ്ടം പോലെ മാങ്ങാ നിപ്പുണ്ട്. ആവശ്യത്തിനുള്ളത്, നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി കൊടുത്ത് കാശ് മേടിക്കണം. കാശ് എന്നെ ഏൽപ്പിക്കണം. അല്ല ഏൽപ്പിക്കണം. ഓ അമ്മൂമ്മ, സിമ്പിൾ പരിപാടിയല്ലേ. ഞാൻ പിന്നെ ബാക്കി പൈസ ഒക്കെ ഏൽപ്പിക്കാത്ത പോലെ ചെല്ല്. അതെ, ഉമേശേട്ടനെ ഒന്ന് ഫോൺ വിളിക്കണോ? അളിയാ, മാങ്ങയും ചക്കയൊക്കെ വിറ്റ് കാശ് കുറെ ഉണ്ടാക്കണുണ്ട്. അങ്ങനൊന്നും ഇല്ലല്ലേ, ചുമ്മാ നമ്മളീ പോക്ക് വരവിന് എന്തെങ്കിലും കൈ ഇരിക്കണ്ടേ, അത്രേ ഉള്ളൂ. കുറച്ചൊക്കെ നമുക്ക് താടാം. കാശ് കുറെ ഉണ്ടാക്കണല്ലേ? അട്ടിക്കണക്കിന് അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ നിന്നെ കുറിച്ചൊരു കാര്യം ഞാൻ കേട്ടു, അത് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഉമേഷേട്ടൻ വഴി അറിഞ്ഞതാ. പടവലത്ത് പോകുമ്പോ നീ നിന്റെ പയ്യന്മാരെ സെറ്റ് ആയിട്ടല്ലേ അങ്ങോട്ട് പോണേ? അതാ, അത് ചില സമയം നമ്മുടെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞാണ് എന്നെ ഒന്ന് സഹായിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. സഹായിക്കാൻ? എന്ത് സഹായടാ? എന്ത് സഹായം? പറമ്പിലൊക്കെ ഓടിയിടുന്ന തേങ്ങ മാങ്ങയൊക്കെ പറക്കണ്ടേ? പണിക്കാരാകുമ്പോ പണിക്കാരെ കാശ് കൊടുക്കണം. മരമ്പ നേച്ചിയുടെ വാളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടെ വരൂല്ലേ? അങ്ങനെ ഞാൻ കേട്ടതേ, ആറ്റു തീരത്തിരുന്ന് പയ്യന്മാരായിട്ട് ചില്ലൊക്കെ ചെയ്ത് ഒരു ബിയറൊക്കെ അങ്ങ് അടിച്ചിരിക്കുകയെന്നാണല്ലോ. ബിയറാ? എന്നാരും പറഞ്ഞേ? അല്ല, ഈ പ്രായത്തിലുള്ള പിള്ളേർ ഒരു ബിയറൊക്കെ കഴിക്കുന്നത്. ഞാൻ അങ്ങനൊന്നുമില്ല. നീ അത്രയ്ക്കങ്ങ് ഡീസന്റ് ആവല്ലടാ. അളയാ, ഇപ്പൊ തമാശക്കൊന്നും പറയല കേട്ടാ. നമുക്ക് ആ പരിപാടി ഒന്നും ഇല്ല, ഇവിടെ പിള്ളേർക്കും ഇല്ല. അതല്ല കേട്ടത്. ആരെങ്ങനെ എവിടുന്ന് കേട്ടെന്ന്? ഉമേശണ്ണ ഞാൻ വിളിച്ചോളാം, അത് വേറെ അല്ലേ? അത് കൊള്ളാം.